വൈസ് ചാൻസലറുടെ നിർദ്ദേശത്തെ അവഗണിച്ച് കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. അനിൽകുമാർ സസ്പെൻഷനിൽ തന്നെയാണെന്നും സർവകലാശാല ആസ്ഥാനത്ത് എത്തരുതെന്നും വൈസ് ചാൻസലർ നിർദ്ദേശിച്ചിരുന്നു. രജിസ്ട്രാറുടെ ചേംബറിലേക്ക് ആരെയും കടത്തിവിടരുതെന്ന് വൈസ് ചാൻസലർ സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. നിയമപരമായി മാത്രം കാര്യങ്ങൾ നടത്തുമെന്നായിരുന്നു രജിസ്ട്രാറുടെ മറുപടി. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്തുന്നതിന് മുന്നേ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. അപ്പോയിന്റിംഗ് അതോറിറ്റിയായ സിൻഡിക്കേറ്റ് നിലനിൽക്കെ രജിസ്ട്രാറെ കയറണ്ട എന്ന് പറയാനും വേറൊരാൾക്ക് ചുമതല കൊടുക്കാൻ കഴിയുമെന്ന് പറയാനും ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിച്ചു എന്നാരോപിച്ച് ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് വലിയ പ്രതിഷേധത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതിഷേധവുമായി ആദ്യമെത്തിയത് AASF. DYFIയുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ പോലീസ് പ്രധാന കവാടത്തിന് മുന്നിൽ തടഞ്ഞു. ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പ്രകടനവുമായി എത്തിയ AAYF KSU പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഗവർണർ രാജേന്ദ്ര അർലേക്കർക്കെതിരെ രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. ഉച്ചയോടെയാണ് രാജ്ഭവനിലേക്ക് SFI പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. പ്രതിഷേധം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. SFI പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിടാൻ ശ്രമിച്ചതോടെ പോലീസ് തടയുകയായിരുന്നു. പ്രവർത്തകർക്കെതിരെ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ പ്രതിഷേധക്കാർ സ്ഥലത്ത് തുടർന്നു. ടാങ്കിലെ വെള്ളം കഴിഞ്ഞതോടെ ജലപീരങ്കി പ്രയോഗിക്കാനാകാതെ കണ്ണീർ വാതകം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് പോലീസ് നൽകി. പ്രിയപ്പെട്ട VD സതീശ, പ്രിയപ്പെട്ട ആർലേക്കറെ, പ്രിയപ്പെട്ട RSകാരെ, RSSനെതിരെ സമരം ചെയ്യുന്ന നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ പ്രവർത്തകർ പിരിഞ്ഞുപോയെങ്കിലും ഗവർണർക്കെതിരെയും VCക്കെതിരെയും സമരം തുടരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.